എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. 43-ന്റെ 81 കൊണ്ടുവന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന് പുത്രനില്ല എന്ന കാര്യം ഉറപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് എന്നല്ലേ? അതെ. അപ്പോ ഇവൻ എന്താ ചോദിച്ചേ? എക്കിപ്പ് ചോദിച്ചെന്താ? ഉണ്ടായിരുന്നു എങ്കിൽ എന്നല്ലേ ചോദിച്ചത്? അതെ. പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞ ഉണ്ടായിരുന്നു എങ്കിലുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല, ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് അത് പറയുന്നതെന്ന് പറഞ്ഞു. അതെ. ഏതിന്റെ ഞാൻ അതിന് പറഞ്ഞത് ഗലാത്യ 1:8. ഗലാത്യ 1:8 ഞാൻ പറഞ്ഞ ഇനി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതന്മാരാകട്ടെ ഞങ്ങൾ പറഞ്ഞതിനെതിരെ പറഞ്ഞ ശപിക്കപ്പെട്ടു. അപ്പൊ സ്വർഗത്തിലെ ദൂതന്മാർ കളവ് പറയുമോ എന്നാണ് ചോദിച്ചിരുന്നത് ഞാൻ. ഓക്കെ, അതിന് കേട്ട മറുപടി കേട്ടോട്ടാ. വചനങ്ങളായിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന സാധനമാണ്. അതിനകത്ത് ദൈവത്തിന്റെ വാക്കുകളാണ് അതിനകത്ത് പറയുന്നത്. ഈ സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിട്ട് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദൂതൻ പേരില്ല, അങ്ങനെ ഒരു ദൂതൻ പേരില്ല, അതൊരു ഉറപ്പാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആനന്ദ് ബ്രദറും എസ് ജെ ബ്രദറും അങ്ങനെ പറയില്ല എന്ന് ഞാനൊരു ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഉറപ്പിന്റെ ബലമാണ് അതിനകത്ത് പറഞ്ഞത്. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കേട്ടല്ലേ? ഇതിനല്ലേ നമ്മൾ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. ഇതെല്ലാം നമ്മൾ പറഞ്ഞത്. അതെ. അതെ, എന്താ എല്ലാം കയ്യിന്ന് പോവാ. ഇത് പറയാൻ വേണ്ടിട്ടാണല്ലോ നബീൽക്ക് ഈ ഉദാഹരണം കൊണ്ടുവന്നെ. കൊണ്ടുവന്നത് ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അത് കണ്ടില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്. അത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളികളുടെയോ പിഴവ് കൊണ്ടാവാം. ഒന്നുകൂടി കേൾപ്പിച്ചേപ്പില്ലേ? ഒന്നുകൂടെ ചോദിച്ചുതരാം. ഈ സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിട്ട് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദൂതൻ പേരില്ല, അതൊരു ഉറപ്പാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. ഇനി ആരും സൂത്രം കാണിച്ചാ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നാൽ ശപിക്കപ്പെട്ടവനാണോ? ആണ്. ആദ്യം അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഈ സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിട്ട് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദൂതൻ പേരില്ല, അതൊരു ഉറപ്പാണ്. പോയേ പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. അവിടെ തന്നെ 10 അഭിപ്രായമാണ്. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇയാളെ കൊണ്ട് വലിയ ശല്യമായില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.